സുഹൃത്തുക്കളെ 10 മിനിറ്റ്സ് മൂവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അർജുൻ ദാസ് അഭിനയിച്ച 2025 പുറത്തിറങ്ങിയ ബോംബ് എന്ന സിനിമയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമെന്ന് നമ്മളെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു മുത്തശ്ശി തന്റെ പേരക്കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. ഒരു മലനിരയുടെ താഴെ കാലക്കമ്മായിപ്പെട്ടി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടെയും നിമ്മതിയോടെയും ജീവിച്ചു വരുന്നതാണ്. അവരുടെ ദൈവം എന്ന് പറയുന്നത് ആ മലയും മലയ്ക്ക് മുകളിലെ മാനവുമാണ്. എല്ലാ വർഷവും പൗർണമിയിൽ ആ മലയ്ക്ക് മുകളിലെ ഒരു മയിൽ വന്ന് കത്തും. അതിനുശേഷം അടുത്ത 48 മണിക്കൂറിൽ ആ ജനങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടെയും ഉത്സവം പോലെ ഉണ്ടാവും. 48 മണിക്കൂറിന് ശേഷം ആ ജനങ്ങളെല്ലാവരും ആ മലയുടെ മുന്നിൽ വന്ന് നിന്ന് ആ ഒരു ജ്യോതി വെളിച്ചം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. അത് കിട്ടിയതും ദൈവം ഇവരെ ആശീർവദിച്ച പോലെയാണ് ഇവര് വിശ്വാസം. അങ്ങനെ കുറെ കഴിഞ്ഞ ഒരു ദിവസം ആ ഗ്രാമത്ത് ഭീകരമായ ഒരു അസുഖം വന്ന് ഒരുപാട് പേര് മരിച്ചു പോകുന്നു. അത് പേടിച്ച് പലരും ആ ഗ്രാമം വിട്ടു പോയിട്ടുമുണ്ട്. അങ്ങനെ ഒരു ദിവസം ആ മലയിൽ നിന്നും വലിയൊരു പാറക്കഷ്ണം വന്ന് അവിടെ വീണ് 2 പീസായിട്ട് 2 ഭാഗത്തേക്ക് വീണു. ജനങ്ങളൊക്കെ ഈ കല്ലിനെ ആശ്ചര്യത്തോടെ നോക്കുന്നു. അതേസമയം ആ അസുഖവും ആ ഗ്രാമത്തിനെ വിട്ടുപോയി. അപ്പൊ അവിടെയുള്ള ജനങ്ങൾ ആ വലിയ പാറക്കഷ്ണമാണ് ഒരു ദൈവമെന്ന് ഒരു കൂട്ടരും ചെറിയ പാറക്കഷ്ണമാണ് ദൈവമെന്നും വേറൊരു കൂട്ടരും വിശ്വസിക്കുന്നു. അങ്ങനെ ആ ജനങ്ങൾ അടുത്ത ആ മയിലിനും ജ്യോതി വെളിച്ചത്തിനും വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ അവർക്ക് കിട്ടിയില്ല. അങ്ങനെ 2 കൂട്ടരും തെറ്റായ ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുവെന്ന് 2 കൂട്ടരും നല്ല അടിയാവുന്നു. അങ്ങനെ കമ്മായിപ്പെട്ടിയായിരുന്ന ഗ്രാമം കമ്മായിപ്പെട്ടി കാളപ്പെട്ടി എന്ന് 2ആയിട്ട് പിരിഞ്ഞു. അങ്ങനെ 100 വർഷത്തിന് മേലെ കടന്നു പോകുന്നു. അങ്ങനെ പ്രസന്റിൽ അവിടെ ഒരു കളക്ടർ വരുന്നു. ആ കളക്ടർ വന്ന് മുമ്പുള്ള ഓഫീസറോടൊക്കെ ചോദിക്കുന്നു ആ കാലക്കമ്മാപ്പെട്ടിക്ക് എന്താ പ്രശ്നമെന്ന്. അവർ പറയുന്നു ആ 2 ടീമും ഒരു തരത്തിലും ഒത്തുപോകുന്നില്ല. ഒരു ദിവസം ഞാൻ സമാധാനം സംസാരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്റെ കാർ നിർത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് ലെഫ്റ്റ് തിരിഞ്ഞിരുന്നു. അതായത് കാളപ്പെട്ടിക്കാരുടെ നേർക്ക് തിരിഞ്ഞിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന കമ്മാപ്പെട്ടിക്കാര് നിങ്ങൾ അവരുടെ സൈഡല്ലേ എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടരും നല്ല അടിയായി. അങ്ങനെ ഒരു ദിവസം കലക്ടറും അവരോട് സംസാരിക്കാൻ പോയി. അപ്പോൾ കാർ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിർത്തിയിരുന്നത്. അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊണ്ട എന്തോ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ആ കലക്ടർ കമ്മായിപ്പെട്ടിക്കാരോട് വെള്ളം ചോദിച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന ആ കാളപ്പെട്ടിക്കാര് വീണ്ടും അവർ തമ്മിൽ അടിയായി. ശേഷം കലക്ടർ ഓഫീസിൽ അവിടുത്തെ MLA വന്നിരുന്നു. MLAയുടെ ഉദ്ദേശം ആ 2 ടീമും ഒരിക്കലും ചേരാൻ പാടില്ല എന്നാണ്. കാരണം ആ 2 ഗ്രാമക്കാരെയും പുറത്താക്കിയിട്ട് അവിടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ശേഷം ഇതാണ് നമ്മുടെ നായകൻ മണി, കാളപ്പെട്ടിക്കാരനാണ്. ഇത് നായകന്റെ ഫ്രണ്ട് കാർത്തി, കമ്മായിപ്പെട്ടിക്കാരനും. കമ്മായിപ്പെട്ടിക്കാര് കാളപ്പെട്ടിക്കാരെ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാരെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ കമ്മായിപ്പെട്ടിക്കാരനായി കാർത്തിക്കിന് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവർ 2 പേരും ഒന്നാകണമെന്നാണ് ഇവൻ പോരാടുന്നത്. കാർത്തി കുടിച്ചു കിടക്കുമ്പോൾ മണിയാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത്. ഇതാണ് പ്രഭ, കാർത്തിക്കിന്റെ സിസ്റ്ററാണ്. മണിക്ക് എങ്ങനെയെങ്കിലും ഈ നാട് വിട്ട് പോകണം എന്നാണ്. ഇതാണ് അവിടുത്തെ പ്രസിഡന്റ്, കമ്മായിപ്പെട്ടിക്കാരനാണ്. ഇതാണ് മാരൻ, കാളപ്പെട്ടിക്കാരുടെ ഒരു തലവൻ. ആ കളക്ടർ വീണ്ടും അവരോട് സംസാരിക്കുന്നു. പക്ഷെ അപ്പോഴും അവരൊന്നിനും ഒത്തുവരുന്നില്ല. ഈ കാർത്തി നാട്ടിൽ പാലം കെട്ടാനായിട്ട് ഗവൺമെന്റിന് മനു എഴുതുന്നു. പക്ഷെ അതിന് നാട്ടുകാരുടെ സൈന്യം കൂടി വേണമല്ലോ. അത് ചോദിക്കാൻ പോയപ്പോൾ പാലം കെട്ടിയാൽ അതിൽ അവരും വരുമല്ലോ, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. ഈ കമ്മായിപ്പെട്ടിക്കാർ കാളപ്പെട്ടിക്കാരോട് അത്രയ്ക്കും വെറുപ്പാണ് കാണിക്കുന്നത്. ഒരു ദിവസം യോഗേഷ് എന്ന ഈ കാളപ്പെട്ടിക്കാരൻ സ്വപ്നത്തിൽ നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. സ്വപ്നത്തിൽ നടന്ന് അവൻ നേരെ കമ്മായിപ്പെട്ടിക്കാരന്റെ വീട്ടിൽ പോയി. പക്ഷെ ഇവനെ പിന്തുടർന്ന് മണിയും ഇവന്റെ പിന്നാലെ തന്നെ തേടി വരുന്നുണ്ട്. ഈ പയ്യൻ ആ പ്രസിഡന്റ് ഇരിക്കുന്ന ചെയറിൽ തന്നെ കാല് വെച്ചിരിക്കുന്നു. പക്ഷെ കമ്മായിപ്പെട്ടിയിലെ ഒരു പയ്യൻ ഇത് കണ്ടിരുന്നു. മണിയും പ്രഭയും പെട്ടെന്ന് അവനെ തൂക്കിയിട്ട് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ആ പയ്യൻ എല്ലാവരോടും കാര്യം പറഞ്ഞിരിക്കുന്നു. ആ പയ്യനെ വെറുതെ വിടാൻ പാടില്ല എന്ന് കമ്മായിപ്പെട്ടിക്കാര് അവനെ തിരഞ്ഞു പോകുന്നു. ഒടുവിൽ എങ്ങനെയോ അവനെ പിടിക്കുന്നു. പക്ഷെ മണിയും കാർത്തിയും എല്ലാം അതിനെ ചോദ്യം ചെയ്യുന്നു. പക്ഷെ അവരെ എല്ലാവരെയും തല്ലി. അത് സാധാരണ ചെയറില്ല, ഞങ്ങളുടെ ദൈവം ഇരുന്ന് തീർപ്പ് പറഞ്ഞ ചെയറാണെന്ന് പറഞ്ഞ് ആ യോഗേഷിന്റെ കാലിൽ ചൂട് വെക്കുന്നു. ആ പറഞ്ഞു കൊടുത്ത പയ്യനും ഇത് കണ്ട് പേടിക്കുന്നു. ശേഷം കാർത്തിക്ക് വീട്ടിൽ വന്നിട്ട് പുലമ്പുന്നു. എത്ര പറഞ്ഞാലും ഇവർക്കൊന്നും മനസ്സിലാകില്ല എന്ന്. അവിടെ കല്യാണം കഴിഞ്ഞും കുറെ വർഷങ്ങളായും കുട്ടികളില്ലാത്ത ഒരു ദമ്പതി പറയുന്നുണ്ട് ഈ ഒരു കൂട്ടത്തിനിടയ്ക്ക് എന്റെ കുഞ്ഞ് ജനിക്കണ്ട എന്ന്. ആ യോഗേഷിനെ പറഞ്ഞു കൊടുത്തവന് അവന്റെ ആ വേദന കണ്ടിട്ട് നല്ല വിഷമമുണ്ടായിരുന്നു. കലക്ടർ നാട് വിട്ട് പോവാണെന്ന് അറിഞ്ഞ് കാർത്തിക് അവരെ കാണാൻ പോയി. ആ കലക്ടർ ഇവനോട് പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്, നാട്ടുകാരെ എല്ലാവരും കാലിയാക്കണമെന്നൊക്കെ. കാർത്തിക് അതെങ്ങനെ ശരിയാകുമെന്നൊക്കെ ചോദിക്കുന്നു. പാലം കെട്ടാനായിട്ട് പറഞ്ഞില്ലേ, അതെന്തായി എന്നൊക്കെ ചോദിക്കുന്നു. ശേഷം രാത്രി മണിയും കാർത്തിയും സംസാരിക്കുന്നു. കാർത്തി നല്ല ഫിറ്റാണ്. കാർത്തിക്കിന് ഈ ദൈവത്തിനെ ഒന്നും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാളാണ്. ഇപ്പുറത്തെ MLAയുടെ ആൾക്കാർ വന്നിട്ടുണ്ട് കാർത്തികിനെ കൊല്ലാനായിട്ട്. കാരണം അവൻക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അതായത് ആ പ്രോജക്റ്റിന്റെ കാര്യം. കാർത്തി ഡോസായിട്ട് അങ്ങനെ വീണു. മണി അവനെ തൂക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി. പ്രഭ എപ്പോഴും പോലെ അവനക്ക് ചോറ് ഊട്ടി കൊടുക്കാൻ നോക്കുമ്പോൾ അവൻ എണിക്കുന്നില്ല. എത്ര നോക്കിയിട്ടും കാർത്തിക് എണിക്കുന്നില്ല. മരിച്ചു എന്ന് കരുതി അലറുന്നു. നാട്ടുകാരെല്ലാവരും വരുന്നു. പ്രസിഡന്റും വന്നിരുന്നു. നാടി പിടിച്ചു നോക്കുന്ന ഒരു മുത്തശ്ശിയുണ്ട്. അവർ വന്ന് പിടിച്ചു നോക്കിയിട്ട് മരിച്ചുപോയി എന്ന് പറയുന്നു. ശരി, ഇനി അതിന് വേണ്ട ചടങ്ങുകൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എടുക്കാൻ പോയി. അപ്പോൾ മണി അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതെ, കാർത്തി വളിവിട്ടു. ശേഷം ശരീരം വൈബ്രേഷൻ ആകുന്ന പോലെ ആവുന്നു. ഇതൊക്കെ കണ്ടത് മണിക്ക് നല്ല സന്തോഷമായി. കാർത്തിയും മരിച്ചിട്ടില്ല എന്ന് എല്ലാവരോടും പറയുന്നു. പ്രസിഡന്റും വന്ന് നോക്കുന്നു. അപ്പോൾ അവൻ വീണ്ടും വളിവിട്ടു. എല്ലാവരും ഞെട്ടിപ്പോയി. ആ മുത്തശ്ശി വീണ്ടും നോക്കാൻ വന്നിട്ട് പറയുന്നു ഇവൻ മരിച്ചു എന്ന്. അത് ഗ്യാസ് ആണ്, മരിച്ചവരിൽ നിന്നും വളി വരുന്നത് സാധാരണമാണെന്ന് പറയുന്നു. പക്ഷെ മണി അവൻ ചത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. കാർത്തിനെ എടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. പക്ഷെ കാർത്തിനെ തൂക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അവനെ പറ്റി കുറ്റം പറയുന്നു. ചത്തിട്ടും അവനെ പറ്റി കുറ്റം പറഞ്ഞത് അവന്റെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ്
മണിയോട് തൂക്കാൻ പറയുന്നു. പക്ഷെ മണി അവനെ അസാൾട്ടായിട്ട് തൂക്കി. അത് കണ്ടതും അവരെല്ലാവരും നെട്ടി. കാർത്തിനെ തൂക്കിയിട്ട് പോകുമ്പോൾ മണി പറയുന്നു ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന്. അപ്പോൾ പ്രഭ പറയുന്നുണ്ട് അവൻ മരിച്ചു എന്ന്. മണിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അതായത് കാളപ്പെട്ടിക്ക് കൊണ്ടുപോയി. ഇതറിഞ്ഞ് അവിടുത്തെ തലവൻ വന്ന് തിരുവിഴ വരാൻ പോവാണ്, അതുകൊണ്ട് നീ ഇവനെ എടുത്തിട്ട് പോവെന്ന് പറയുന്നു. അവർ രണ്ടുപേരും അവനെ എടുത്ത് ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി വെച്ചു. പക്ഷെ ആ ഗ്രാമത്തിലുള്ള രണ്ട് കൂട്ടരും കാർത്തി നല്ലവനാണ്, അവർ നമുക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന് വേണ്ടി ചടങ്ങുകളൊക്കെ ചെയ്യാൻ വരുന്നു. പക്ഷെ അപ്പോഴും കാർത്തി മരിച്ചിട്ടില്ല എന്ന് മണി പറയുന്നുണ്ട്. പൂജാരി അവിടേക്ക് വന്ന് മാലയിടുമ്പോൾ അവൻ വീണ്ടും വളിവിട്ടു. പക്ഷെ പൂജാരി അത് കണ്ട് പേടിച്ചു. അപ്പോൾ പൂജാരി പെട്ടെന്ന് കാർത്തിയിലൂടെ എന്തോ കാണുന്നു. കാർത്തിയുടെ ശരീരത്തിൽ ദൈവം വന്നു എന്ന് പറയുന്നു. പക്ഷെ നാട്ടുകാരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് വർഷങ്ങളായിട്ടും ഗർഭിണിയാകാത്ത സ്ത്രീ അപ്പോൾ ഗർഭിണിയാകുന്നു. അത് കണ്ടതും അവർക്ക് കുറച്ച് വിശ്വാസം വരാൻ തുടങ്ങി. ശേഷം 100 വർഷമായിട്ട് കിട്ടാത്ത മയിൽ ദർശനവും അവർക്ക് കിട്ടി. അതോടെ എല്ലാവരും അവൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. മണിയടക്കം വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ സിസ്റ്റർ പ്രഭയ്ക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ശേഷം മണിയാണ് ചില കാര്യങ്ങളൊക്കെ പൂജാരിക്ക് പകരം ആ ദൈവത്തിന് ചെയ്തു കൊടുക്കുന്നത്. ശേഷം പൂജാരി മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ രണ്ട് കൂട്ടരും ഒന്നായി നിന്ന് ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ജ്യോതി വെളിച്ചം കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഉത്സവത്തിന്റെ ആഘോഷത്തിലായിരുന്നു. ഇവനൊരു യൂട്യൂബർ ആണ്. വീഡിയോയ്ക്ക് വേണ്ടി മണിയോട് ദൈവത്തിനെ തൂക്കാനായിട്ട് പറയുന്നു. പക്ഷെ മണിക്ക് തൂക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ പൂജാരിയും നാട്ടുകാരും എല്ലാവരും വന്നു. കമ്മായിപ്പെട്ടിക്കാർ ചോദിക്കുന്നു ഇത് ഞങ്ങളുടെ ദൈവമല്ലേ എന്ന്. കാളപ്പെട്ടിക്കാരും ഇത് ഞങ്ങളുടെ ദൈവമല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. പൂജാരിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ എന്തൊക്കെയോ പറഞ്ഞ് സമാളിക്കുന്നു. ദൈവത്തിന്റെ മനസ്സ് കുളിർമയാകുന്ന പോലെ നടക്കണം എന്നൊക്കെ പറയുന്നു. ഇവർ രണ്ട് കൂട്ടരും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ടീം പന്തൽ കെട്ടി കൊടുക്കുന്നതും വേറൊരു ടീം കൂളർ വെച്ച് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നു. അവിടെ MLAയുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി തന്നെ കാർത്തിക്കിന്റെ ശരീരം കത്തിക്കാമെന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഒരാൾ ദൈവത്തിന്റെ സ്ഥലത്ത് വന്ന് അലറി അടിച്ച് ഓടി നാട്ടുകാരെ എല്ലാവരും വിളിച്ചിട്ട് വരുന്നു. വന്നു നോക്കിയാൽ ആ ദൈവത്തിനെ കാണുന്നില്ല. അപ്പോഴും ആ നാട്ടുകാർ പരസ്പരം കുറ്റം പറയുന്നു, അവരെടുത്തിട്ടുണ്ടാവും ഇവരെടുത്തിട്ടുണ്ടാവും എന്ന്. ദൈവത്തിനെ മണിക്ക് മാത്രമല്ലേ തൂക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും അവനോട് ചോദിക്കാൻ പോകുന്നു. അവനോട് ചോദിച്ചപ്പോൾ അവനൊന്നും മനസ്സിലാകുന്നില്ല. ഇയാൾ അവനെ തല്ലി ചോദിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവന്റെ കണ്ണിൽ കാർത്തിക്ക് വരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി വന്ന് പറയുന്നു ദൈവം അവിടെ വന്നു എന്ന്. എല്ലാവരും വന്ന് നോക്കിയപ്പോൾ കാർത്തി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മണി വീണ്ടും അവനെ തൂക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് എന്നെ തൂക്കാൻ വിടാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് മണിക്ക് പെട്ടെന്ന് മനസ്സിലായത് കാർത്തിക്കിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ഞാനും ചെയ്തത്. കാർത്തിക് ദൈവമല്ല എന്നവൻ മനസ്സിലാക്കുന്നു. അവനും ജീവനുണ്ട്, എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് പോകണമെന്നും ചിന്തിക്കുന്നു. രാത്രി പൂജാരി പറയുന്നു ആരുടെ ദൈവമാണെന്ന് തീരുമാനമാകാത്തതുകൊണ്ട് മണി ദൈവത്തിനെ എടുത്ത് ഊർവലം വരും എന്ന് പറയുന്നു. മണി കാർത്തികിനെ എടുക്കാനായിട്ട് പോകുന്നു. അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എടുക്കാൻ കഴിയുമോ എന്ന് ഓർത്തിട്ട് മണി കാർത്തികിനെ എടുത്തു. ഊർവലം പോയി. അങ്ങനെ അവനെ എടുത്തിട്ട് ഓടുന്നു. അപ്പോൾ പെട്ടെന്ന് അവന്റെ സിസ്റ്റർ അവിടെ വന്നിരുന്നു. മണി ഇവളോട് പറയുന്നു ഇവൻ ദൈവമൊന്നുമല്ല, ഇവൻ ചത്തിട്ടില്ല, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നു. അപ്പോൾ പ്രഭ പറയുന്നുണ്ട് നീ പറയുന്നത് രണ്ടും സത്യമല്ല. ഇപ്പൊ നീ ചേട്ടനെ കൊണ്ടുപോയാൽ ഈ രണ്ട് നാട്ടുകാരും തമ്മിലടിച്ച് ചാവുമെന്ന് പറയുന്നു. അവൻ മരിച്ചെങ്കിലും അവന്റെ ആഗ്രഹങ്ങൾ മരിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും കാളക്കമ്മായിപ്പെട്ടിക്കാർ ഒന്നാവണം എന്നാണ് അവന്റെ ചിന്ത. ചേട്ടനിലൂടെ അവരെങ്ങനെയെങ്കിലും ഒന്നാവട്ടെ എന്ന് കൊണ്ടുപോകാൻ പറയുന്നു. ഇവനും കൊണ്ടുപോയി അവിടെ വെച്ചു. അപ്പോൾ ഈ MLAയുടെ ആൾക്കാർ കാർത്തിക്കിനെ എങ്ങനെയെങ്കിലും കത്തിക്കണമെന്ന് പറഞ്ഞ് ആ റോക്കറ്റും വെടിക്കെട്ടുകളും എല്ലാം ഒന്നാക്കി അവന് നേരെ വിടുന്നു. അപ്പോൾ നാട്ടുകാരെല്ലാവരും ദൈവത്തിന് എന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞ് പരസ്പരം ഒന്നായി ചേർന്ന് നിന്ന് തടയുന്നു. മണി അത് കണ്ട് പ്രഭ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഓർക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് മാറാൻ ആലോചിക്കുന്നു. ആ കൂട്ടം മാറാൻ പോകുന്നില്ല, ദൈവത്തിനെ രക്ഷിക്കാൻ മാത്രമായിരിക്കും കൈകോർത്തത് എന്ന് ഇവിടെ പ്രസിഡന്റും ആലോചിക്കുന്നുണ്ട്. ദൈവത്തിനെ രക്ഷിക്കാൻ പോയിട്ട് അവരുടെ കൈ പിടിച്ചല്ലോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അടുത്ത ചടങ്ങിനായി പൂജാരി രണ്ടുപേരെയും വിളിക്കുമ്പോൾ ഞങ്ങളുടെ ചടങ്ങും അവരുടെ ചടങ്ങും വേറെ വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ പ്രശ്നമാകുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മണിയുടെ മേലെ ദൈവം വന്നത്. അപ്പോൾ രണ്ടു തരപ്പും ചോദിച്ചത് ഞങ്ങളുടെ ദൈവമല്ലേ എന്നായിരുന്നു. അപ്പോൾ മണി പറയുന്നു ഞാൻ ഇവർ രണ്ടുപേരുടെയും തായാണ്. ഇനി അങ്ങോട്ടുള്ള ചടങ്ങുകളെല്ലാം രണ്ടു കൂട്ടരും ഒപ്പം നിന്ന് നടത്തിയാൽ ജ്യോതി വെളിച്ചം കാണിക്കാമെന്ന് പറഞ്ഞ് സത്യം വാങ്ങുന്നു. അടുത്ത സീനിൽ മണി ഇവർ 3 പേരോടും പറയുന്നു ദൈവമൊന്നും വന്നില്ല, ഞാൻ അഭിനയിച്ചതാണെന്ന് പറയുന്നു. ഇവരൊക്കെ ഷോക്കായിട്ട് എങ്ങനെ ജ്യോതി വെളിച്ചം കാണിക്കുമെന്നൊക്കെ ചോദിക്കുന്നു. അത് നമ്മളിൽ ആരെങ്കിലും മലയ്ക്ക് മുകളിൽ പോയി വരുത്തണം എന്ന് പറയുന്നു. അടുത്ത ചടങ്ങും ഇവർ രണ്ടു കൂട്ടരും ഒപ്പം നിന്ന് ചെയ്യുന്നു. അടുത്ത സീനിൽ പോലീസ് വന്ന് മരിച്ച ആളെ വെച്ച് എന്തൊക്കെയാ കോപ്രായം കാട്ടുമെന്ന് അവരെ കളിയാക്കുന്നു. അത് ചോദിക്കാൻ വന്നവനെ പോലീസ് കയറി പിടിച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും ഒന്നായി. പോലീസ് പേടിച്ചു. അപ്പോൾ അവിടെ കലക്ടറും MLAയും എല്ലാവരും വന്നിരുന്നു. MLA ഇവർ ഒന്നായി നിൽക്കുന്നത് കണ്ട് ഷോക്കായി. കലക്ടർ പറയുന്നു ജസ്റ്റ് ഒരു ബോഡി ചെക്കപ്പാണ്, ഇവിടുന്ന് വെച്ച് തന്നെ ചെയ്യാമെന്ന് പറയുന്നു. അവിടെ വെച്ച് തന്നെ ഡോക്ടർ ചെക്ക് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതൊരു നോർമൽ ഡെത്ത് തന്നെയാണ്, വളി വരുന്നതും ശരീരം കുലുങ്ങുന്നതും നോർമലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശേഷം അവരെല്ലാവരും അവസാനത്തെ ചടങ്ങ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ മണി തീപ്പന്തവും എടുത്ത് ആ മലയ്ക്ക് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ MLAയും ആൾക്കാരും ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ജ്യോതി വെളിച്ചം കിട്ടാതെ ഇവർ പിരിയണം എന്നാണ് MLAയുടെ ചിന്ത. MLAയുടെ ആൾക്കാർ ഇവനെ അടിക്കുന്നു. മണിയും തിരിച്ച് അടിക്കുന്നുണ്ട്. നാട്ടുകാരെല്ലാവരും ജ്യോതി വെളിച്ചത്തിനായിട്ട് കാത്തിരിക്കുന്നു. പതിയെ ജ്യോതി വെളിച്ചം വരാൻ തുടങ്ങി. അങ്ങനെ ജ്യോതി വെളിച്ചം വന്നു. എല്ലാവരും നല്ല സന്തോഷമായി. അങ്ങനെ അവർ തമ്മിൽ വേർതിരിക്കുന്ന കയറുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം അവർ ഊരിക്കളഞ്ഞു. ഇപ്പോൾ ആ നാട്ടുകാർക്ക് കാർത്തികിനെ എടുക്കാൻ കഴിയുന്നുണ്ട്. അവരെല്ലാവരും അവനെ അടക്കം ചെയ്തു. അങ്ങനെ രണ്ടു കൂട്ടരും ഒന്നായി. ഈ കളക്ടർ പറയുന്നുണ്ട് എനിക്ക് ദൈവവിശ്വാസം ഇല്ലാതിരിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസം ഞാൻ ഒരിക്കലും പുച്ഛിക്കില്ല. വിശ്വാസം എന്നത് മനുഷ്യന് വളരെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് മനുഷ്യരെല്ലാവരും ഒപ്പം ജീവിക്കാനായിട്ട് മനുഷ്യനായിട്ട് നിർമ്മിച്ച ഒന്നാണ്. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. ഇതുപോലുള്ള മൂവികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.